ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മൂവിയുടെ കഥ കേട്ടാലോ. അതായത് ഒരു ദിവസം പെട്ടെന്ന് ഭൂമിയിലേക്ക് ഒരുപാടധികം ഉൽക്കകൾ മഴ പോലെ വന്ന് വീഴുകയാണ്. ആ സമയത്ത് ഒരച്ഛൻ തന്റെ മകളെ രക്ഷപ്പെടുത്താനായിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേയധികം കാര്യങ്ങൾ. എന്നാൽ ആ അച്ഛനുള്ളത് ഭൂമിയിലല്ല, അങ്ങ് സ്പേസിലെ ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. മകളെ രക്ഷപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നത് അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്. അതിന്റെ പേര് മിറ എന്നാണ്. നമ്മൾ അതിനെ മലയാളിവൽക്കരിച്ച് മീര എന്ന് പറയും. സോ ഈ കഥയിലെ ഹീറോ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്, മീര. സോ ആ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെർജിയോ തന്റെ മകളെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ അവസാനത്തിൽ വലിയൊരു അപകടം നടക്കാനിരിക്കുന്ന സമയത്ത് തന്റെ മകൾ താമസിക്കുന്ന ആ ഒരു നഗരത്തെ തന്നെ ഈ AI രക്ഷപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? സോ തുടക്കം മുതൽ അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു കഥയാണിത്. അപ്പൊ ധൈര്യമായിട്ട് തന്നെ നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകാം. കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. പിന്നെ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ക്യാമ്പ് ഫയർ, DJ, ഫുഡ്, ട്രെക്കിംഗ് ഇതെല്ലാം വരുന്നത് നമ്മുടെ പാക്കേജിനാകെ വരുന്നത് 999 മാത്രമാണ്. അപ്പൊ നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഒരു ഉൽക്കയെ കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ചത്ര അപകടകാരിയൊന്നും അല്ല കേട്ടോ ഈ ഒരു ഉൽക്ക. കാരണം ഭൂമിയിലേക്ക് വീഴുന്ന സമയത്ത് ഭൂമിയുടെ എയറിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫ്രിക്ഷൻ കാരണം ഇത് ഒരുപാട് സ്പ്ലിറ്റ് ആയി പോവാണ്. അതായത് ആ ഒരു ഉൽക്ക താഴേക്ക് വീഴുമ്പോൾ തന്നെ കത്തിപ്പോവാണ്. അപ്പൊ അതിന്റെ ആ ഒരു ചെറിയ അംശം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രം ഭൂമിയിലേക്ക് നേരെ വന്ന് വീഴുകയാണ്. അത് വീണതോ ഒരാളുടെ കാറിന്റെ ഗ്ലാസ്സിലായിരുന്നു. അപ്പൊ ആ മനുഷ്യനാണെങ്കിൽ അയാളുടെ കാറിന്റെ ഗ്ലാസ് ഇപ്പം മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇതുപോലൊരു അപകടം. അയാൾ ഇങ്ങനെ തലയും ചോറിനോട് പറയണം, അല്ല ഇതിപ്പോ എവിടുന്നാ വന്ന് വീണത്, ഗ്ലാസ് ഇപ്പം മാറ്റിയിട്ടുള്ളൂ, ഏതെങ്കിലും വികൃതി പയ്യന്മാര് എടുത്തെറിഞ്ഞായിരിക്കും. ഇതേ സമയത്ത് തന്നെ റേഡിയോയിലൂടെ ഇവരൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അതായത് 24 മണിക്കൂർ കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്നും ചെറിയ ചെറിയ ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് വീഴും. പക്ഷെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ആപത്തായിട്ടുള്ള ഒരു കാര്യമില്ല, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എല്ലാവരും പറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ അത് കണ്ടോ എന്ന രീതിയിൽ ഒരു ന്യൂസ് റേഡിയോയിലൂടെ അവർ കേൾക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളും അയാളുടെ ഭാര്യയും അയാളുടെ ചെറിയ മകനും പിന്നെ ഒരു മോളും ആ ഒരു കാറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ മോളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള റീത്ത. പക്ഷെ ആളൊരു അന്തർമുഖയാണ്, ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷമാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം മുന്നിലിരിക്കുന്നത് അവളുടെ സ്വന്തം അച്ഛനല്ല, അവളുടെ സ്റ്റെപ്പ് ഡാഡാണ്. റീത്തയുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഇയാൾ ഇവരുടെ ലൈഫിലേക്ക് വന്നത്. അവർക്കാണെങ്കിൽ ഒരു മോനും ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യമൊന്നും നമ്മുടെ റീത്തയ്ക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുമായിട്ട് അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല അവള്. ഒരു അച്ഛനായിട്ടൊന്നും റീത്ത അയാളെ കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇപ്പോ അവളുടെ അനിയൻ അവിടെ ഉണ്ടല്ലോ, അവന്റെ പേര് ഈഗെന്നാണ്. അവന്റെ എന്തോ ഒരു പല്ലിളകി കിടക്കുന്നുണ്ടായിരുന്നു. അതിളകി ഇപ്പൊ താഴേക്ക് വേണ്ടിയിട്ടുണ്ട്. അതെടുത്ത് അപ്പം തന്നെ അച്ഛനോട് കൊടുക്കണം, അച്ഛാ ദാ എന്റെ ഒരു പല്ലിളകി പോയി എന്ന് പറഞ്ഞിട്ട്. ആ പല്ലിളകിയല്ലേ, ഒരു കാര്യം ചെയ്യ്, അതെടുത്ത് കീശയിൽ ഇട്ടോന്ന് പറയണം. എന്തായാലും ഇവരിപ്പോ നേരെ പോകുന്നത് റീത്തയുടെ സ്കൂളിലേക്കാണ്. ഇന്ന് അവളുടെ സ്കൂളിൽ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അത്യാവശ്യം നന്നായിട്ട് റണ്ണ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ റീത്ത. അതിൽ പങ്കെടുക്കാനായിട്ടാണ് അവള് പോകുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, മോളെ ഇന്ന് നമ്മുടെ ഈഗന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ വൈകുന്നേരം വരാൻ മറക്കരുത് കേട്ടാ. എന്നാൽ തിരിഞ്ഞു നോക്കി ആ വരാം അച്ഛാ എന്നൊന്നും പറയുന്നില്ല. അവൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സാഡ് ആയിട്ടുള്ള മുഖമായിട്ട് നേരെ കോളേജിലേക്ക് പോവാണ്. ഓൾറെഡി അവിടെ ഓരോ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് അവളൊരു പയ്യനെ കാണുന്നുണ്ട് കേട്ടോ. അവനോട് കൈ കാണിക്കുന്നുണ്ട്. എന്തോ അവളുമായിട്ട് ഇഷ്ടത്തില്ലാതെ തോന്നുന്നു ആ ഒരു പയ്യൻ. കാരണം കണ്ടപാടിന് ആ പയ്യന്റെ കളി അങ്ങനെയായിരുന്നു. അവന്റെ പേര് സാവിയോ എന്നാണ്. അവനൊരു കൈയില്ല കേട്ടോ. ഒരു കൈക്ക് പകരം അവിടെ റോബോട്ടിക് ആയിട്ടുള്ള ഒരു കൈയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ റീത്തയുടെ മത്സരം നടക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓട്ടത്തിലാണ് അവളുടെ സ്കില്ലുള്ളത്. ബാക്കിയുള്ള എല്ലാ പെൺപിള്ളേരും ആ ഒരു സ്പോർട്സ് ഡ്രസ്സിൽ വന്ന സമയത്ത് റീത്ത മാത്രം ശരീരം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. കുറെ പേരൊക്കെ പറയുന്നത് ഇതെന്തിങ്ങനെ, ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് റീത്ത അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോൾ മത്സരം തുടങ്ങാണ്. എല്ലാവരും ഓടുന്നുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നത്, നല്ല വേഗത്തിൽ ഓടുന്നത് അത് റീത്ത തന്നെയാണ്. എന്നാൽ കൂടെയുള്ളവർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവൾ തട്ടുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുകയാണ്. അതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് പിന്നിലായി പോകുന്നുണ്ട്. എന്നാലും സ്കില്ല് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അവൾ അത് തന്നെ ഉപയോഗിക്കുകയാണ്. നന്നായിട്ട് ഓടുകയാണ്. എല്ലാവരെക്കാളും മുന്നിലെത്തിയിട്ടുണ്ട്. അവളിപ്പോൾ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായ സമയത്ത് സന്തോഷം കൊണ്ട് നമ്മുടെ സാവി എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയറും കത്തിച്ചുകൊണ്ട് ആ റിബണിന്റെ അപ്പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. എന്നാൽ ആ ഫ്ലെയറിൽ നിന്ന് വന്ന ആ ഒരു തീപ്പൊരി കണ്ട സമയത്ത് റീത്തയ്ക്ക് എന്തോ പോലെ ആകുകയാണ്, തല കറങ്ങുന്നത് പോലെ. അവൾ ആ ഒരു ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഇരുന്നു പോവാണ്. അപ്പൊ തന്നെ റീത്തയുടെ കോച്ച് ഓടി വരുന്നുണ്ട്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ സാവിയോട് നീ അതൊന്ന് ഓഫ് ആക്കി ഇടുന്ന് പറയണം. അപ്പൊ സാവി പറയണു, അതിനിപ്പോ ഞാനെന്താ, ഇത് ജസ്റ്റ് ഒരു ഫ്ലെയർ, അത് ഓണാക്കിയെന്നല്ലേ ഉള്ളൂ. എന്തായാലും ആ ഒരു മത്സരത്തിൽ നമ്മുടെ റീത്ത തോറ്റു പോവാണ് കേട്ടോ. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ CCTVയിലൂടെ ആരോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് അവള് നേരെ വൈകുന്നേരം അനിയനായിട്ടുള്ള ഈഗന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഓൾറെഡി ഒരു കേക്കെല്ലാം കൊണ്ടുവന്നിച്ചിട്ടുണ്ട്. സോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ നേരത്ത് ഈ മെഴുകുതിരിയുടെ മുകളിൽ എന്തൊക്കെയോ വെച്ച് പൂത്തിരി പോലെ എന്തൊക്കെയോ ഉണ്ടാവില്ല.
ഉണ്ടാവില്ലേ. സോ അത് കാണുന്ന സമയത്ത് റീത്തയ്ക്ക് തലയ്ക്കുള്ളിൽ എന്തോ പൊട്ടുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ. അതായത് ഒരു കാര്യം മനസ്സിലായോ, ഇതുപോലെയുള്ള തീപ്പൊരി കാണുന്നത് റീത്തയ്ക്ക് എന്തോ പറ്റില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇവിടുന്ന് വേഗം എഴുന്നേറ്റ് പോവാണ്. റീത്ത പോയപ്പോൾ അവൾക്ക് എന്താ പറ്റിയെന്ന് നോക്കാനായിട്ട് അവളുടെ പിന്നാലെ തന്നെ അമ്മ പോകുന്നുണ്ട് കേട്ടോ. എന്താ മോളെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് റീത്തയുടെ അച്ഛൻ അവളുടെ അമ്മയെ വിളിക്കുന്നത്. അതായത് ഇവരുടെ ആദ്യത്തെ ഹസ്ബൻഡ്, ആളുടെ പേര് സെർജിയോ എന്നാണ്. അപ്പൊ സെർജിയോ വിളിച്ചപാടെ ചോദിക്കുന്നുണ്ട്, എന്താണ് മോൾ ഇപ്പോഴും ഓക്കെ അല്ല, പഴയ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവളെ ട്രീറ്റ് ചെയ്യണം. ഈ കാര്യമൊക്കെ ഇയാൾ സംസാരിക്കുകയാണ്. തൊട്ടടുത്ത് റീത്ത ഉണ്ടായിരുന്നു. അവൾ അതുപോലെ അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഓ നിങ്ങൾക്കൊക്കെ ഇപ്പോ ഞാനൊരു ഭാരമായിട്ടുണ്ടാവും, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിൽ റീത്ത അവിടുന്ന് പോവാണ്. ഇപ്പൊ സെർജിയോ അയാളുടെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവൾ അടുത്തുണ്ടായിരുന്നല്ലേ, ഒന്ന് പറഞ്ഞൂടായിരുന്നു. എന്തായാലും ഇതിനുശേഷം റീത്ത പുറത്തേക്ക് പോവാണ് കേട്ടോ. അതേ നേരം സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരു CCTVയിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. അതായത് അവളുടെ അച്ഛൻ സെർജിയോ അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പല ഭാഗത്തുള്ള CCTVയിലൂടെ അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവൾക്ക് മനസ്സിലായി. അതുപോലെ അവളുടെ അച്ഛനായിട്ടുള്ള സെർജിയോ ഇപ്പൊ ഉള്ളത് എവിടെയാണെന്ന് അറിയോ, ഭൂമിയിലൊന്നുമല്ല, അങ്ങ് സ്പേസിലാണ്. സ്പേസിലെ തന്നെ വലിയൊരു സ്പേസ് സ്റ്റേഷന്റെ ഉള്ളില് ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് ഇപ്പോ സെർജിയോ ജോലി ചെയ്യുന്നത് തന്നെ. സോ അതിന്റെ ഉള്ളിൽ ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു AI സിസ്റ്റം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഭൂമിയിലുള്ള ഓരോ CCTV ഹാക്ക് ചെയ്തുകൊണ്ട് സെർജിയോയ്ക്ക് തന്റെ മകളായിട്ടുള്ള റീത്തി അങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതേ നേരം ആ ഒരു AI സിസ്റ്റം ഉണ്ട്, അതിന്റെ പേര് മീര എന്നാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മുടെ സെർജിയോട് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ ഈ ചെയ്യുന്നൊക്കെ ഭയങ്കര തെറ്റാണ് കേട്ടോ, മേലുദ്യോഗസ്ഥർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ സെർജിയോ പറയുന്നത്, ഏയ് അതൊന്നും കുഴപ്പമില്ലാന്നേ, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ അതിലൂടെ നടക്കുകയാണ്. കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ പുറംഭാഗം കാണിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെ. ഈ സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാനാണ് കുറച്ചധികം സയന്റിസ്റ്റുകൾ വരുന്ന ഈ ടീമുമായിട്ട് ഈ പേടകം ആകാശത്തിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും സെർജിയെ കാണിക്കുകയാണ്. അയാൾ ആ ഒരു സ്പേസ് സ്റ്റേഷന്റെ ഉള്ളിലായിട്ട് ബട്ടർഫ്ലൈസിനെയൊക്കെ വളർത്തുന്നത് കേട്ടോ. അതെങ്ങനെ പോസിബിൾ ആകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും വളർത്തുന്നുണ്ട്. ഇപ്പൊ സെർജിയോയുടെ അടുത്തേക്ക് അവിടുത്തെ ചീഫ് സയന്റിസ്റ്റ് വന്നിട്ട് പറയുന്നത്, സെർജിയോ അനാവശ്യമായിട്ട് നമ്മുടെ AI സിസ്റ്റം നീ ഉപയോഗിക്കുന്നുണ്ടല്ലേ. സാറേ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് ഇറേസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചീഫ് സയന്റിസ്റ്റ് പറയണം, നീ എന്തൊക്കെ ചെയ്താലും അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയും, അത് നമുക്ക് എല്ലാവർക്കും വിഷയവും സെർജിയോ. പിന്നെ അറിയാലോ, നമ്മളിവിടെ ഈ ബട്ടർഫ്ലൈസ് ഒന്നും വളർത്തുന്നത് അവർക്ക് അറിയില്ല. അപ്പൊ അനാവശ്യമായിട്ട് വെറുതെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എനിക്കറിയാം നമ്മളെല്ലാവരും 6 വർഷമായിട്ട് ഫാമിലി വിട്ട് നിൽക്കുകയാണ്, നിനക്കുള്ളതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ കുറച്ചു കാലം കൂടെ നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണം. ഇതേ നേരം തന്നെ ഇവർക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും, അതായത് ഭൂമിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കോള് വരികയാണ്. അവരിപ്പോ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉൽക്കയെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്നും ഇപ്പൊ ചീഫ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ചീഫ് ചോദിക്കുമ്പോൾ ഒരു ഓറഞ്ച് ക്യാപ്പല്ലായിട്ട് ഒരു സയന്റിസ്റ്റിനെ കണ്ടോ. അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, സാറേ കുഴപ്പമൊന്നുമില്ല, പസഫിക് ഓഷ്യനിലാണ് മിക്കവാറും ആ ഒരു ഉൽക്ക വീഴാൻ സാധ്യത, എന്നാലും അതിന്റെ ഡയറക്ഷൻ ചെറുതായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. സംശയമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചീഫ് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറേ പറയാൻ പറ്റില്ല, ഇനി എങ്ങാനും ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് വീഴുക കരയുള്ള ഭാഗത്തായിരിക്കും. സോ നമ്മൾ റിസ്ക് എടുക്കണോ, പറ്റുവാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഭൂമിയിലാണ്. രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ റീത്തയുടെ അടുത്തേക്ക് സെർജിയോ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് റീത്ത ഇന്ന് രാവിലെ സംഭവിച്ചത്, പെട്ടെന്ന് നിനക്ക് എന്താ തല കറങ്ങി അവിടെ വീണത്, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലെയർ ഓൺ ആക്കിയിട്ടല്ലേ ഉള്ളൂ, അതിന് ഇത്രമാത്രം പേടിക്കാനുണ്ടോ. ഈ സമയത്ത് റീത്ത പറയണത്, ഏയ് ഒന്നുമില്ലടാ, അതെന്തോ ചുമ്മാ എനിക്ക് ആ സമയത്ത് എന്തോ സംഭവിച്ചു പോയതാണ്. ഇപ്പൊ സെർജിയോ പറയണത്, നീ ഒരു കാര്യം ചെയ്യുക, വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകണം. എന്നിട്ട് ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ സെർജിയോ പറയണത്, നാളെ എന്തായാലും ചെറിയ ചെറിയ ആ ഒരു ഉൽക്കാമഴ ഉണ്ടാവുമല്ലോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഇവിടെ നിന്ന് നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ നാളെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു പറയണം. ആയിക്കോട്ടെ എന്ന് നമ്മുടെ റീത്തയും പറയാണ്. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. റീത്ത ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവളുടെ റൂമിലുണ്ട് ഈഗൻ നിൽക്കുന്നത്, അതായത് അവളുടെ അനിയൻ. അതൊട്ടും അവൾക്ക് ഇഷ്ടമായില്ല. ഈഗൻ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് എന്റെ റൂമിലേക്ക് കയറരുത് എന്ന്. കുറച്ച് റഫായിട്ട് തന്നെ ആ കുഞ്ഞു കുട്ടിയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ ഈഗൻ ചെറിയൊരു കവർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണ, ചേച്ചി ഞാൻ പിന്നെ കേക്ക് തരാൻ വേണ്ടി വന്നയാ, ചേച്ചി കേക്ക് കഴിച്ചിട്ടില്ലല്ലോ. ഭയങ്കര നിഷ്കളങ്കമായിട്ട് സ്നേഹത്തോട് കൂടിയിട്ടാണ് അവനത് പറയുന്നത് കേട്ടോ. എന്തായാലും അവൻ അത്ര സ്നേഹത്തിൽ തന്നെയല്ലേ അവൾ അതിരുന്ന് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ റീത്ത ചോദിക്കുന്നുണ്ട്, ഈഗൻ നിനക്ക് നാളെ ആ ഒരു ഉൽക്കാമഴ കാണാൻ ആഗ്രഹമുണ്ടോ. അപ്പൊ ഈഗൻ പറയണ, കാണാനൊക്കെ ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷേ അച്ഛൻ ഒഴിവുണ്ടാവില്ല, പിന്നെ ഞാൻ എങ്ങനെയാ വരിക. അത് കുഴപ്പമില്ലടാ, ഞാൻ പോകുന്നുണ്ട്, നാളെ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടാന്ന് പറയണം. അപ്പൊ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ അവൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റീത്ത അവളുടെ അച്ഛൻ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു ചെറിയ ബൈനോക്കുലർ ഉണ്ട്, അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ നോക്കുകയാണ്. ഈ കാര്യം റൂമിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈഗൻ കാണുന്നുണ്ട്. അപ്പൊ ഈഗൻ ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ. ഒരു പാവം ചെറുക്കൻ കേട്ടോ. എന്തായാലും ഇപ്പൊ റീത്ത അവൻ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ആ ബൈനോക്കുലർ കൊടുത്തിട്ട്, ദാ നീ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, നമ്മൾ
അവിടേക്കാണ് നാളെ പോകുന്നത്. അവിടെ പോയാലുണ്ടല്ലോ നമുക്ക് ആ ഒരു ഉൽക്കാമഴ അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. ഈ സമയത്ത് നമ്മുടെ ചെറുക്കൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനോട് എന്റെ വരം ചോദിക്കാൻ പറ്റുമല്ലോ അല്ലേ? അതായത് ഇവരുടെ നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഈ ചെറിയ ചെറിയ ഉൽക്കാമഴ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് കാണുമ്പോൾ അതിനോട് എന്തെങ്കിലും അവരുടെ വിഷ് ചോദിക്കാന്ന്. ചെറിയ കുട്ടിയല്ലേ, അതിലൊക്കെ ഓരോ വിശ്വാസമുണ്ട്. അപ്പൊ റീത്ത പറയണേ, എടാ അങ്ങനെയൊന്നും ഇല്ലടാ, അതൊക്കെ പണ്ടത്തെ വിശ്വാസമല്ലേ, എന്തായാലും നാളെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ. ഇത് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. ഇതിനുശേഷം റീത്ത അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് അവളുടെ കൈയുടെ ഒരു ഭാഗം മുഴുവനായിട്ടും പൊള്ളി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പോർട്സിനൊക്കെ പോകുന്ന സമയത്തും അവൾ ഫുള്ളായിട്ട് കൈയെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. തീയോടുള്ള അവളുടെ പേടിയുടെ കാരണം ഇത് തന്നെയായിരിക്കും. എന്തായാലും പിറ്റേ ദിവസമായി എല്ലാവരും കാത്തിരുന്നത് പോലെ ആകാശത്തിലൂടെ ആ ഒരു ഉൽക്ക പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവരും അത് കണ്ടു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇത് കടന്നു പോവാണ് കേട്ടോ. അതായത് ചെറിയൊരു അപകട സാധ്യത മറ്റാ ഒരു ക്യാപ്പ് വെച്ച സയന്റിസ്റ്റ് ചീഫിനോട് പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല, സേഫ് ആയിട്ട് കാര്യങ്ങൾ പോയി. സോ സ്പേസ് സ്റ്റേഷനിലുള്ളവരും അതുപോലെ തന്നെ താഴെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരും ഹാപ്പിയാണിപ്പോ. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോ ആ ക്യാപ്പ് വെച്ച സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ഇയാൾക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ. ഇയാൾ എന്താക്കി, സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ടെലിസ്കോപ്പ് നേരെ ഓപ്പോസിറ്റിലേക്ക് ഒന്ന് തിരിച്ചു വെക്കാൻ പറയാണ്. പിന്നീട് വ്യക്തമായിട്ട് ഇയാൾ ഒബ്സർവ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു കാര്യം കണ്ട് ആകെ ഞെട്ടിപ്പോവാണ്. എന്താണ് കാര്യം എന്ന് അവിടുത്തെ ഒരു ചീഫ് സയന്റിസ്റ്റും അതുപോലെ തന്നെ സെർജിയോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭയത്തിൽ ഈ സയന്റിസ്റ്റ് പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നേരത്തെ ഇതിലൂടെ കടന്നുപോയത് ഒരേ ഒരു ഉൽക്കയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരുപാടെണ്ണാണ്. സോ അതെങ്ങനെ വന്ന് വീഴും അല്ലെങ്കിൽ ഇതിലൂടെ പോകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സോ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ AI സിസ്റ്റം ഉണ്ടല്ലോ മീര, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർ ആ വരുന്ന ഉൽക്കകളെ മുഴുവനായിട്ടും സ്കാൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മീര ഇവർക്കൊരു റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആ വരുന്ന ഉൽക്കകൾ ഉണ്ടല്ലോ അതിൽ ഏകദേശം ചെറിയൊരു ഭാഗം അത് മിക്കവാറും ഭൂമിയിലേക്ക് വന്ന് പതിക്കും. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ തന്നെ ഭൂമിയുടെ 50% ഇല്ലാതെയാവും. സോ ഈ കാര്യം നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചിട്ട് ചീഫിനോട് ഇവർ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ചീഫ് ആണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, അപ്പൊ തന്നെ ടെൻഷൻ ആവും. അപ്പൊ തന്നെ ചീഫ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? നെഞ്ചത്തോട്ട് വന്ന് വീഴുന്നതിന് മുന്നേ അവിടുന്ന് ഓടി രക്ഷപ്പെടണം. അതുപോലെ തന്നെ ഈ ഉൽക്കാപതനം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് റഷ്യയിലാണ്. മാത്രമല്ല ഇപ്പൊ സ്പേസിൽ നിൽക്കുന്ന ഇവർക്കുണ്ടല്ലോ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അല്പനേരം കഴിഞ്ഞാൽ ഇതിലൂടെയാണ് ആ ഉൽക്കകളൊക്കെ പാസ് ചെയ്തു പോവുക. സോ എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കും ഇവിടുന്ന് മാറണം. ഇതിനുശേഷം നമ്മുടെ റീത്തയെ കാണിക്കുകയാണ് കേട്ടോ. അവളുടെ ബോയ് ഫ്രണ്ട് സെർജിയോ അവൾക്ക് എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാൽ എന്തോ വേറെ മൂഡിലായതുകൊണ്ട് തന്നെ അവൾ ആ മെസ്സേജ് ഒന്നും നോക്കുന്നില്ല. ഇതേ നേരം തന്നെ സ്പേസ് സ്റ്റേഷനിൽ നിന്നും അവളുടെ അച്ഛൻ സെർജിയോ പല തവണ കണ്ടിന്യൂസ് ആയിട്ട് അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അച്ഛനോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ റീത്ത ആ ഫോൺ എടുക്കുന്നില്ല. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം റീത്ത ഇപ്പൊ ഫോൺ എടുത്തു. എന്താ അച്ഛാ കാര്യം ചോദിച്ചപ്പോ, മോളെ നീ ഒന്ന് പുറത്തേക്ക് നോക്കെന്ന് പറയാണ്. റീത്ത വേഗം തന്നെ വന്നിട്ട് അവളുടെ ഗ്ലാസിന്റെ ആ ഒരു കർട്ടൻ എല്ലാം മാറ്റി നോക്കിയപ്പോ ആകാശത്ത് ഒരുപാടധികം റെഡ് സ്പോട്ടുകൾ കാണുകയാണ്. അതായത് ആകാശത്തിൽ നിന്നും ഒരുപാട് ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതേ നേരം തന്നെ സ്പേസ് സ്റ്റേഷനിലേക്കും ഇതുപോലെ ഒരു ഉൽക്ക വന്നടിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം തന്നെ അടന്ന് തെറിച്ചു പോവാണ്. അത് നേരെ വന്ന് വീഴുന്നത് ഭൂമിയിലേക്കാണ്. മാത്രമല്ല റീത്ത നോക്കി നിൽക്കെ അവളുടെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ഉൽക്ക വന്ന് വീഴുന്നുണ്ട്. അതിന്റെ ആ ഒരു ഇമ്പാക്ട് അവൾക്ക് കിട്ടുകയാണ്. റൂമിൽ നിന്നും അവൾ തെറിച്ചു പോയിട്ട് മറ്റൊരു ഭാഗത്ത് വീഴുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ലിഫ്റ്റ് വഴി താഴേക്ക് പോകാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. സ്റ്റെപ്പിലൂടെ താഴേക്ക് പോകാൻ നോക്കുമ്പോഴാണെങ്കിൽ ചുമരൊക്കെ ഇങ്ങനെ വിണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പൊ ലിഫ്റ്റിൽ കയറിയ ആൾക്കാരുണ്ടല്ലോ, ആ ലിഫ്റ്റ് പൊട്ടി എല്ലാം കൂടെ താഴേക്ക് വീണ് അവരെല്ലാവരും മരിച്ചു. എന്തായാലും ആ ഒരു ബിൽഡിംഗ് കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ റീത്ത ഇപ്പൊ ആ ഒരു ബിൽഡിംഗ് വിട്ട് താഴേക്ക് ഇറങ്ങി. ഇതേ നേരം തന്നെ താഴെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇപ്പൊ റീത്തയോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. മോളെ ഒന്ന് സഹായിക്കും മോളെ, എന്റെ മോൻ അവൻ ആ ഒരു കാറിന്റെ ഉള്ളിൽ പെട്ടുപോയി, എന്തെങ്കിലും ഒന്ന് ചെയ്തുക. എന്നാൽ റീത്ത എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും ആ കുട്ടി അതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ സമയത്താണ് റീത്തയെ തേടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് സാവിയ വരുന്നത് കേട്ടോ. അവനിപ്പോ ഈ ആക്സിഡന്റിൽ പെട്ടുകിടക്കുന്ന ആ ഒരു കുട്ടിയെ കാണുകയാണ്. അവന്റെ കൈ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുമ്പ് കൈയാണ്. ആ കൈ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസിന്റെ ചില്ല അടിച്ചു പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിനുശേഷം സാവി ഇപ്പോൾ റീത്തയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. രണ്ടുപേരും നന്നായിട്ട് ഭയന്നിരുന്നു. ഇങ്ങനെ ഓടുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഉൽക്ക വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗിലേക്ക് വീഴുന്നത്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അവരുടെ മേത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ സാവിയോ റീത്തയും കൂട്ടി ബിൽഡിംഗിന്റെ മറ്റൊരു ചെരുവിലേക്ക് പോയി നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം അവരിപ്പോ സേഫായി. ഇപ്പൊ സാവിയോ പറയണ, റീത്ത എന്തൊക്കെ വന്നാലും ശരി ഒരുമിച്ച് നിന്നാ മതി, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന്. ഈ സമയത്താണ് സാവിയോ ഒരു അപകടം കാണുന്നത്. ഒന്നും നോക്കിയില്ല, റീത്തയെ മുന്നോട്ടേക്ക് ഒരൊറ്റ തള്ളനാണ്. അതേ നേരം മുകളിൽ നിന്നും ഒരുപാട് കല്ലുകളും ബിൽഡിംഗിന്റെ അവശിഷ്ടങ്ങളും വന്ന് നേരെ അവന്റെ മേത്തേക്ക് വീഴുകയാണ്. അതായത് സാവിയോ അവന്റെ ജീവൻ കൊടുത്ത് ഇപ്പൊ റീത്തയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ റീത്തയെ അവൻ തള്ളിയിട്ടത് നേരെ റോട്ടിലേക്കായി പോയി. റോട്ടിൽ നിന്ന് അപ്പം തന്നെ വന്നൊരു കാറ് വന്നിട്ട് റീത്തയുടെ ദേഹത്ത് തട്ടുകയാണ്. ആ അപകടത്തിൽ അവളുടെ ബോധം പോയി കേട്ടോ. എന്നാൽ ആ കാറിലുണ്ടായിരുന്ന ആൾക്കാർ റീത്തയെ അവിടെ ഇട്ടിട്ട് പോവാതെ അവള് വേഗം തന്നെ കാറിലേക്ക് കയറ്റാണ്. കുറച്ച് പ്രായമുള്ള ഒരു അപ്പാപ്പനും അമ്മാമയായിരുന്നു അത്. കുറച്ച് മനസാക്ഷിയുള്ളവരായിരുന്നു. എന്തായാലും റീത്തയുമായിട്ട് ഇവര് നേരെ കാറുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം ഒരുപാട് ഉൽക്കകൾ അങ്ങോട്ടേക്ക് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ബോധം തിരിച്ചു കിട്ടിയ റീത്ത നേരെ പിറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ, പാലങ്ങൾ ഇതെല്ലാം കിടന്ന് ഇളകി മറിഞ്ഞ് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സർവനാശം എന്നൊക്കെ പറയും
പറയില്ലേ, അതുപോലെ ആ നഗരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്നുകൊണ്ടാണ് ആ അപ്പാപ്പൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ഉണ്ടല്ലോ, അതിന്റെ സൈഡിൽ നിന്നും ഒരു ടാങ്കർ വന്നിട്ട് അതിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. വലിയൊരു ആക്സിഡന്റ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. സോ അവിടെ ഈ അപ്പാപ്പൻ കൊണ്ടുവന്ന ആ ഒരു കാർ പെട്ടുപോകുന്നുണ്ട്. അതായത് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോ കാർ കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ അപ്പാപ്പൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മറ്റെന്തെങ്കിലും വഴി ഉണ്ടോ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റീത്തയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ഒന്നും നോക്കിയില്ല. ആ അപ്പാപ്പനോട് പറയുന്നുണ്ട്, വാ നമുക്ക് ഇവിടുന്ന് പോകാം, വണ്ടി ഇപ്പൊ എടുക്കണ്ട, ഇത് സേഫ് അല്ല എന്ന് പറയണം. എന്നാൽ അയാൾ പറയണം, മോളെ എന്റെ ഡോഗ്സ് ഒക്കെ ഉള്ളിലുണ്ട്, ഞാൻ അതിനെടുത്തിട്ട് വരാമെന്ന് പറയണം. എന്നാൽ റീത്തയ്ക്ക് മനസ്സിലായി ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അവൾ പെട്ടെന്ന് തന്നെ കുറച്ച് മുന്നോട്ടേക്ക് മാറുകയാണ്. അതേ നേരം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഭീമാകാരമായ വലിയൊരു ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് കൂടെ അതിന്റെ ഇമ്പാക്റ്റിൽ പെട്ടിട്ട് റീത്ത തെറിച്ച് വീണു പോവാണ്. പിന്നീട് തെറിച്ചുപോയ റീത്ത നേരെ ചെന്ന് വീഴുന്നത് ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്കാണ്. ഫുള്ളായിട്ട് ഇരുട്ടായിരുന്നു. പൊടിയും കല്ലുകളും എല്ലാം അതിന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവളുടെ ബോധം പോകുന്നതിന് മുന്നേ അവളൊരു കാര്യം കാണുന്നുണ്ട്. ഒരുപാടധികം ടെഡി ബിയേഴ്സ്, അതായത് അങ്ങനെയുള്ള ടെഡി ബിയേഴ്സിന് വിൽക്കുന്ന ഒരു കടയാണെന്ന് തോന്നുന്നത്. പിന്നീട് ബോധം പോയ ആ ഒരു സമയത്താണ് പഴയ ചില കാര്യങ്ങൾ റീത്തയുടെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. അവള് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛന്റെ കൂടെ, അതായത് സെർജിയുടെ കൂടെ ഫ്ളാറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാൻ പോവുമായിരുന്നു. അപ്പോ ഈ റീത്ത എന്ത് ചെയ്തു, നേരെ ഓടി പോയിട്ട് ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അച്ഛൻ വരുന്നതിന് മുന്നേ തന്നെ അവൾ എല്ലാ സ്വിച്ചും പിടിച്ച് ഒരൊറ്റ ഞെക്കലാണ്. അവളെ പിടിക്കാനായിട്ട് സെർജിയോ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ലിഫ്റ്റ് ക്ലോസ് ആയി അത് പതിയെ മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ കാണിക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് സ്പേസിലാണ്. അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഉള്ളിലാണല്ലോ ഇപ്പൊ സെർജിയോ ഉള്ളത്. അവിടെ ഇപ്പൊ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്തായാലും സെർജിയോ അവിടെ ഉണ്ടായിരുന്ന AI, അതായത് മീരയോട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, നീ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അതായത് നേരത്തെ തന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷനിൽ ഒരു ഉൽക്കം വന്ന് തട്ടിയിട്ടുണ്ട്. അത് കാരണം ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും സെർജിയോ ശ്രദ്ധിക്കാതെ ഇപ്പൊ ആ ഒരു AI ഉണ്ടല്ലോ മീരയോട് ചോദിക്കുകയാണ്, എന്റെ ഭാര്യ അവളിപ്പോ കറക്റ്റ് ആയിട്ട് എവിടെയാണുള്ളത്, അവളുടെ ലൊക്കേഷൻ നോക്കി അതൊന്ന് ട്രേസ് ചെയ്യണമെന്ന് പറയണം. ഇപ്പൊ മീര ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെർജിയുടെ ഭാര്യ ഫാമിലിയൊക്കെ ഒരു മെഡിക്കൽ ക്യാമ്പിൽ ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നീട് മകൾ എവിടെയെന്ന് സെർച്ച് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവന്റെ ബോസ് അവന് കോൾ ചെയ്യുന്നത്. അതായത് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും അവരുടെ ചീഫ് വിളിച്ചപാട് തന്നെ ഒരു കാര്യം പറയാണ്, സെർജിയോ ഇത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതുപോലെ ഇപ്പൊ സ്പേസ് സ്റ്റേഷനിലുള്ള ആ ഒരു ബാറ്ററി ബാക്കപ്പ് ഇത് വെച്ചുകൊണ്ട് എന്തായാലും സ്റ്റേഷനെ നിനക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും നീ സേഫ് ആയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ മറ്റൊന്നും നമ്മൾക്ക് ഇവിടുന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചീഫ് കോള് കട്ട് ചെയ്യാണ്. എന്നാൽ സെർജിയോ ഇതൊന്നും നോക്കാതെ അപ്പൊ തന്നെ മീരയോട് ചോദിച്ച് എവിടെയാണ് റീത്ത ഇപ്പോൾ ഉള്ളത്, അവളുടെ ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയാണ്. പക്ഷെ അതിനു മുന്നേ മീര ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. സെർജിയോ, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകൾ എവിടെയാണെന്ന് ഞാൻ എന്റെ ക്യാമറ കണ്ണുകൾ ഉപയോഗിച്ച് എന്റെ സിസ്റ്റം ഉപയോഗിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ബാറ്ററി ബാക്കപ്പിന്റെ പകുതിയോളം ഞാൻ യൂസ് ചെയ്യും. സോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഭൂമിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറ, ഞാൻ സെർച്ച് ചെയ്യണോ വേണ്ടയോ? ഇപ്പൊ സെർജി ഒരു കാര്യം പറയുന്നുണ്ട്, നീ അതൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞ പണി ചെയ്യുന്നു പറയണം. അതായത് ബാറ്ററി ബാക്കപ്പ് ഈ സെർച്ചിങ്ങിലൂടെ ഒരുപാട് തീരും. അതുകൊണ്ട് തന്നെ സെർജിയോയ്ക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഭൂമിയിലേക്ക് എത്താൻ കഴിയില്ല. സെർജി ഇപ്പൊ അവന്റെ ലൈഫ് അവിടെ റിസ്ക് ചെയ്യാണ്. അവന്റെ മൈൻഡിൽ ഇപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്തായാലും സെർജിയോ ഓർഡർ കൊടുത്തത് കൊണ്ട് തന്നെ മീര അവളുടെ ആ ഒരു കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ സെർച്ചിങ് ആരംഭിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. റീത്ത ചെറിയ പ്രായത്തില് ആ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയല്ലോ. അവൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയ പാട് തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെന്ന സെർജിയോ പരമാവധി ആ ലിഫ്റ്റ് തുറന്ന് അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാളെ കൊണ്ട് അതിനന്ന് കഴിഞ്ഞില്ല. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിലേക്ക് വരികയാണ്. ഇപ്പൊ റീത്തയെ കാണിക്കുകയാണ്. അവൾ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണല്ലോ. അവളുടെ ദേഹത്ത് ഒരുപാട് കോൺക്രീറ്റിന്റെ പീസുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഇപ്പൊ സേഫ് ആയിട്ട് അവൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ അവളുടെ അച്ഛന്റെ ശബ്ദം അവളിങ്ങനെ കേൾക്കാണ്. റീത്ത കണ്ണു ഓർക്ക്, എഴുന്നേൽക്ക് എന്ന് പറയാണ്. അപ്പൊ അവളുടെ അച്ഛന്റെ ശബ്ദം കേട്ട് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. അവള് കരുതി ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോൺ ഉണ്ടാവും, ആ ഫോണിലേക്ക് അച്ഛന്റെ ആ ഒരു AI ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ വിളിക്കുന്നതെന്ന്. എന്തായാലും അവൾ കണ്ണു തുറന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ അവളുടെ കൈ ഇങ്ങനെ ഓടിക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ അവളുടെ കയ്യിൽ കിട്ടിയത് ഒരു ടെഡി ബിയർ ആയിരുന്നു. ആ ടെഡി ബിയറിന്റെ കണ്ണുകളിലൂടെ ഇപ്പൊ സെർജിയോ റീത്തയെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ലോകത്തിലുള്ള ഏതൊരു ഇലക്ട്രോണിക്കൽ മെഷീനെയും ഹാക്ക് ചെയ്ത് എന്താണോ ആവശ്യം ആ രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് മീര എന്ന ആ AIക്ക് കഴിയും. സോ അതുപോലെ സെർജിയുടെ നിർദ്ദേശപ്രകാരം റീത്തയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മീര ഹാക്ക് ചെയ്ത് അതിലൂടെയാണ് ഇപ്പൊ സെർജിയോ റീത്തയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ആ ഒരു ടെഡി ബിയറിനാണെങ്കിൽ അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അതായത് അതിന്റെ കണ്ണുകൾ ഒരു ക്യാമറ പോലെയാണ്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഫോൺ പോലെ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ആ ഒരു ടെഡി ബിയർ. എന്തായാലും ഇപ്പൊ സെർജിയോ റീത്തയോട് പറയണം, മോളെ എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പുറത്തേക്ക് കിടക്ക്. പിന്നീട് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കിടക്കാനായിട്ട് റീത്ത ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ഒരു ഡോഗ് അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന റീത്തയെ കാണുന്നുണ്ട്. ആ ഡോഗ് കുരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും റെസ്ക്യൂ ചെയ്യാൻ വന്ന ആൾക്കാർ റീത്തയെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അതായത് ആ അപകടത്തിൽ നിന്നും അവൾ ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ടെഡി ബിയറിലൂടെ അവളുടെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ഫോൺ ഇപ്പോൾ അമ്മയുമായിട്ടൊന്ന് കണക്ട് ചെയ്തുവരുമെന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ റീത്തയ്ക്ക് അമ്മയോട് സംസാരിക്കാനുള്ള ആ ഒരു കാര്യം ഇപ്പൊ സെർജിയോ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പൊ വിളിച്ചപാട് തന്നെ റീത്ത അമ്മയോട് ചോദിക്കുന്നത്, അമ്മ ഈ
ഈഗൻ അങ്ങോട്ടേക്ക് എത്തിയില്ലേ, നിങ്ങളുടെ കൂടെ ഇല്ലേ? ഇപ്പൊ അമ്മ പറയാണ് ഇല്ല, അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല, അവൻ സ്കൂളിലേക്ക് പോയതല്ലേ, സ്കൂളിലത്തെ കുട്ടികളുമായിട്ട് അവർ മറ്റൊരു ഭാഗത്തേക്ക് പോയി എന്നാ പറഞ്ഞത്. ഞാൻ എന്തായാലും നിന്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ആ ഒരു കാര്യം ചോദിച്ച സമയത്ത് അയാൾക്കും വലിയ കൺഫേം ഒന്നുമില്ല. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈഗൻ ഉണ്ടോ എന്ന്. അപ്പോഴാണ് നമ്മുടെ റീത്തക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവളാകെ ഷോക്കായി ഞെട്ടിപ്പോവാണ്. അപ്പൊ അവളിങ്ങനെ ഞെട്ടിയപ്പോ സെർജി ചോദിക്കുകയാണ്, മോൾക്ക് എന്താ പറ്റിയത്, എന്താ വിഷയം? അപ്പൊ സെർജി പറയാണ്, അത് പിന്നെ അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ ഈഗനോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഈ ഉൽക്കകൾ വന്ന് വീഴുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമുക്കൊരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോവാന്ന്. ഏതാ മോളെ ആ ഒരു ബിൽഡിംഗ് എന്ന് ചോദിച്ചപ്പോ ഇപ്പോ റീത്ത ആ ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നശിച്ച അവസ്ഥയിലാണ് ആ ഒരു ബിൽഡിംഗ് ഉള്ളത് കേട്ടോ. മിക്കവാറും അതിന്റെ ഉള്ളിലേക്ക് ഈഗൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഈഗൻ ഇന്ന് സ്കൂളിൽ പോവാതെ ചേച്ചിയുടെ ബൈനോക്കുലറുമായിട്ട് അവൻ നേരത്തെ എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു. അത് മിക്കവാറും ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കയറിയിട്ട് ഈ ഉൽക്കകൾ ആകാശത്തിലൂടെ പാസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി മിക്കവാറും അവൻ അവിടെ പോയിട്ടുണ്ടാവും. അച്ഛാ, എനിക്ക് അവനെ രക്ഷപ്പെടുത്തണം, എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്ന് റീത്ത ഇപ്പൊ സെർജിയോട് പറയുന്നുണ്ട്. എന്നാൽ സെർജി പറയുന്നത്, മോളെ നീ ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ കണ്ടേയല്ലേ, നീ എങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് മോൾ ഇപ്പൊ ഒന്ന് ക്ഷമിച്ചു നിൽക്ക്, നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താന്ന് പറയണം. എന്നാൽ റീത്ത സമ്മതിക്കുന്നില്ല. ഇല്ല അച്ഛാ, ഞാൻ എന്ത് റിസ്ക് എടുത്താലും അങ്ങോട്ടേക്ക് പോകും, ഈഗനെ രക്ഷപ്പെടുത്തിയിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറയാണ്. എന്നാൽ സെർജിയോ റീത്ത അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇവർ തമ്മിൽ ആ ഒരു കോള് ഡിസ്കണക്ട് ആവുകയാണ്. നോക്കുമ്പോ എന്താ, സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ബാറ്ററി ഏകദേശം തീരാനായിട്ടുണ്ട്. സോ ഏകദേശം ഒരു 90% മീര എന്ന് പറഞ്ഞാൽ ആ ഒരു AI സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ മീര ഷട്ട് ഡൗൺ ചെയ്തതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മീരയോട് സെർജിയോ ചോദിച്ചപ്പോൾ സാർ ഓൾറെഡി നമ്മുടെ ബാറ്ററി ബാക്കിയപ്പ് കഴിയാനായിട്ടുണ്ട്, അപ്പൊ എനിക്കിതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലാന്ന് പറയണം. ഇപ്പൊ സെർജിയോ ചോദിക്കാണ്, ബാറ്ററി കഴിഞ്ഞെന്നോ, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നീ സെർച്ച് ചെയ്യുന്നു പറയണം. മീര അപ്പൊ തന്നെ മറ്റൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറൊരു ബാറ്ററിയോടെ ഇവിടെ അവൈലബിൾ ആണ്, അത് എവിടെയാണെന്ന് സെർജിയോ ചോദിക്കുമ്പോൾ മീര അതും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നേരത്തെ ഉൽക്ക വന്ന് തട്ടിയപ്പോ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം അടന്നു പോയില്ലേ, അതിലാണ് ആ ബാറ്ററി ഉള്ളത്. എന്നാൽ അതെടുക്കാൻ ഞാൻ ഇപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ മീര വാൺ ചെയ്തിട്ടുണ്ട്, സാറേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകല് എക്സ്ട്രീംലി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ജീവന് അത് വലിയ ആപത്താണെന്ന് പറയാണ്. എന്നാൽ സെർജി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പിന്നോട്ടേക്കില്ല, അവൻ നേരെ പോയിട്ട് സ്പേസ് സ്യൂട്ട് ഇടുകയാണ്. അതുപോലെ അവൻ നിൽക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നും ബാറ്ററി ഉള്ള ആ ഭാഗത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. ഏകദേശം ഒരു 80-85 മീറ്ററോളം ഉണ്ട്. അപ്പൊ അത്രയും ലെങ്ത് ഉള്ള ഒരു വയർ കണക്കാക്കിക്കൊണ്ട് സെർജിയോ ആ വയറുമായിട്ട് നേരെ സ്പേസിലേക്ക് ഇറങ്ങുകയാണ്. കാരണം അങ്ങോട്ടേക്ക് പോയിട്ട് ആ ബാറ്ററിയിൽ ഈ വയർ കണക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഏകദേശം അങ്ങോട്ടേക്ക് എത്തി. എന്നാൽ വയർ അതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസത്തിന് ആ ബാറ്ററിയിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മീരയോട് ചോദിക്കുകയാണ്, മീര എന്ത് പറ്റി, നിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയോ, എനിക്ക് ഈ ബാറ്ററിയിൽ വയർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മീര പറഞ്ഞു, ഇല്ല സാറേ, എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ആണെങ്കിൽ പിന്നെ എന്താ വയർ ഇവിടെ എത്താതെയെന്ന് സെർജി ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷന്റെ പല ഭാഗവും തകർന്ന് സ്പേസിലൂടെ അങ്ങനെ പാറി നടക്കുകയാണല്ലോ, അതിന്റെ ഏതോ ഒരു ഭാഗത്ത് ഈ വയർ അങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സെർജിയോ വിചാരിച്ചതുപോലെ ആ വയർ അങ്ങോട്ടേക്ക് എത്താത്തത്. ഇതിനുശേഷം ഭൂമിയിൽ നമ്മുടെ റീത്തയെ കാണിക്കുകയാണ്. അതായത് അനിയനായിട്ടുള്ള ഈഗനെ രക്ഷപ്പെടുത്താനായിട്ട് അവൾ ആ ഒരു ബിൽഡിംഗിലേക്ക് വന്നല്ലോ. അവിടെ എത്തി നോക്കിയപ്പോൾ വിചാരിച്ചതിനേക്കാൾ കഷ്ടമായിരുന്നു. ആ ബിൽഡിംഗിന്റെ ഏകദേശം ഒരു 90% തകർന്ന് വീണ് കഴിഞ്ഞു. ഇനി അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് അത് മരണതുല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്നാലും റീത്ത ഒന്നും നോക്കാതെ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന്റെ പല ഭാഗവും ഞാൻ പറഞ്ഞല്ലോ തകർന്ന് വീണ് കഴിഞ്ഞു. എന്നാൽ അതൊന്നും നോക്കാതെ റീത്ത അതിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഉറക്കനെ ഈഗനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ മുകളിൽ നിന്നും എവിടെ നിന്നോ ഈഗന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ചേച്ചി ചേച്ചിന്ന്. ആ ശബ്ദം കേട്ടപ്പോഴാണ് റീത്തയ്ക്ക് സമാധാനമായത്. പിന്നെ അവളൊന്നും നോക്കിയില്ല, സകല ധൈര്യം സംഭരിച്ച് നേരെ ടോപ്പിലേക്ക് ഓടുകയാണ്. മേലെ എത്തി അവസാനം ഈഗനെ റീത്ത കണ്ടുപിടിക്കുകയാണ്. അപ്പോഴാണ് ഈഗനും ആശ്വാസമായത് കേട്ടോ. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ചെറിയ പയ്യൻ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും റീത്ത ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അതേ നേരം തന്നെ അവന്റെ ഒരു പല്ല് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞു വരികയും ചെയ്തു. ഇപ്പൊ അത് കയ്യിലേക്ക് എടുത്തിട്ട് ഈഗൻ പറയണ, ചേച്ചിതാ കണ്ടോ, എന്റെ അടുത്ത പല്ല് കൂടെ പറഞ്ഞു വന്നു, മോനെ നീ അതൊക്കെ അവിടെ ഇട്, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കയറിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇറങ്ങല്. ഇതേ നേരം തന്നെ സെർജിയെ കാണിക്കുകയാണ്. ആ ബാറ്ററിയിലേക്ക് വയർ കണക്ട് ചെയ്യാനായിട്ട് എത്തുന്നില്ല. അവൻ എന്ത് ചെയ്തു, ആ വയർ പിടിച്ച് ഒരേറ്റ വലിയാണ്. ആ നേരം ഈ വയർ ഒരു ഇരുമ്പിന്റെ കഷ്ണത്തിൽ കുടുങ്ങി കെടുക്കായിരുന്നു പറഞ്ഞില്ലേ, ആ പിടുത്തം വിട്ടുപോണ്. അതുകൊണ്ട് തന്നെ സെർജിയോയ്ക്ക് ബാറ്ററിയിൽ ഈ വയർ കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അവനുള്ള ആ ഒരു ഭാഗത്തേക്ക് പ്രോപ്പറായിട്ട് ഇപ്പൊ കറണ്ട് കിട്ടാൻ തുടങ്ങി കേട്ടോ. വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നീട് റീത്തയുമായിട്ട് സെർജിയോ കോള് കണക്ട് ചെയ്യണം. കണക്ട് ആയപാട് തന്നെ സെർജിയോ പറയുന്നത്, റീത്ത ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അങ്ങോട്ടേക്ക് പോരുതെന്ന്, ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം, നീ റിസ്ക് എടുക്കണ്ടെന്ന് പറയണം. അപ്പൊ റീത്ത പറയണ, അച്ഛാ ഓൾറെഡി ഞാൻ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അവൻ എന്റെ തൊട്ടരികിലുണ്ട് എന്ന് പറയണം. ഇത് കേട്ട് സെർജിയോ ആകെ ഞെട്ടിപ്പോയി. അതായത് ആ തകർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലാണോ നീ ഇപ്പൊ ഉള്ളത്? മേരി ഉപയോഗിച്ച് പിന്നീട് ആ ഒരു ബിൽഡിംഗ് സ്കാൻ ചെയ്തപ്പോൾ അതിന്റെ 95% തകർന്നു കഴിഞ്ഞു. അത് നിലംപൊത്തി വീഴാനായിട്ട് ഇനി അധികം നേരമില്ല. അതുപോലെ തന്നെ റീത്തയ്ക്ക് ഇനി എങ്ങനെ പുറത്തേക്ക് കടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മേരിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് സെർജിയോ വഴി പറഞ്ഞെടുക്കുകയാണ്. എന്നാൽ പോകുന്നതിന്റെ ഇടയിൽ വെച്ച് തന്നെ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം തകരുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ റീത്ത വീഴുന്നുണ്ട്. പിന്നീട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ടെഡി ബിയർ ഉപയോഗിച്ച് സെർജിയോയ്ക്ക് അവളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ആ ഒരു വിഷനും നഷ്ടമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. അതായത് മീര ഒരു വാർണിംഗ് നൽകുകയാണ്. അതായത് പവർ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വിളിക്കുകയാണ്. ഇനി 7 മിനിറ്റ് മാത്രമേ നമുക്ക് സമയമുള്ളൂ സാർ, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സെർജിയോയ്ക്ക് യാതൊരു പിടുത്തവുമില്ല, കാരണം ബാറ്ററി ബാക്കപ്പിനായിട്ട് ഇനി യാതൊരു വഴിയില്ല, ചാർജ് തീർന്നാൽ തീർന്നത് തന്നെ. ഇതിനുശേഷം റീത്തയെ കാണിക്കുകയാണ്. അതായത് അവള് വീണെങ്കിലും അവൾക്കൊരു സ്ഥലത്ത് പിടുത്തം കിട്ടിയായിരുന്നു. അവളുടെ കൂടെ തന്നെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതിലൂടെ നൈസായിട്ട് ഇവള് അനിയനെയും കൂട്ടി താഴേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ആ ബിൽഡിംഗ് മുകളിൽ നിന്നും താഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. ഓടി രക്ഷപ്പെടാനും സമയമില്ല. അതുകൊണ്ട് തന്നെ റീത്ത തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിലേക്ക് കയറി അതിന്റെ ഡോർ വേഗം അടയ്ക്കുകയാണ്. അപ്പോഴേക്കും ആ വലിയ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണു. അതിന്റെ പൊടിപടലൊക്കെ ആകെ അവിടെ സ്പ്രെഡ് ആവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചെറുക്കൻ ഈഗൻ ഉണ്ടല്ലോ റീത്തയോട് ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ആരാണ് നിന്നോട് ആ ടെഡി ബിയർ വെച്ച് സംസാരിക്കുന്നത്? ഇപ്പൊ റീത്ത പറയാണ്, അതെന്റെ അച്ഛനാന്ന് പറയണു. നിന്റെ അച്ഛനോ? നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുള്ള ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോ സ്പേസ് സ്റ്റേഷനിലാണ്. അത് കേട്ടപ്പോ ഈഗൻ ആകെ അത്ഭുതത്തിൽ, ആണോ അപ്പൊ ചേച്ചിയുടെ അച്ഛനാണോ നമ്മളൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന? ഇപ്പോ റീത്ത അതേന്ന് പറയണം. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് പതിയെ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ആ ടെഡി ബിയറുമായിട്ട് ഇപ്പൊ സെർജിയോയ്ക്ക് റീത്തയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോകണമെന്ന് റീത്തയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ സമയത്താണ് ഈഗൻ ഒരു കാര്യം കാണുന്നത്. ചേച്ചിയുടെ അച്ഛൻ നമുക്കിപ്പോ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെയാന്ന് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഓരോ ഭാഗത്തെയും ഗ്രീൻ ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചുമ്മാ കത്തുകയല്ല, അതങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഇത് ചെയ്യുന്നത് ചേച്ചിയുടെ അച്ഛനായിരിക്കും കേട്ടോ. അതായത് നമുക്കത് വഴി കാണിക്കുകയാണ്. എന്തായാലും ആ ലൈറ്റ് കത്തുന്ന ഭാഗത്തൂടെ മാത്രം ഇവർ പോവുകയാണ്. ആ വഴി നേരെ പോകുന്നത് മെഡിക്കൽ ക്യാമ്പിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ എങ്ങോട്ടേക്കാണോ ഇവർ തിരിയേണ്ടത് ആ ഭാഗത്തെ ഓരോ ലൈറ്റുകൾ, ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റ്, അല്ലെങ്കിൽ ഈ ഷോപ്പിന്റെ ലൈറ്റ് ബോർഡ് ആണെങ്കിൽ അങ്ങനത്തേത്, അതെല്ലാം കറക്റ്റാക്കി ഓണാക്കി ഇവർക്ക് പോകേണ്ട വഴിയിൽ മാത്രം ലൈറ്റുകൾ ഇട്ടുകൊണ്ട് സെർജിയോ കറക്റ്റായിട്ട് വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെല്ലാത്തിനും അവനെ ഹെൽപ്പ് ചെയ്യുന്നത് മീര എന്ന് പറഞ്ഞ ആ ഒരു AI സിസ്റ്റം ആണ് കേട്ടോ. ഇപ്പൊ മേരിയോട് സെർജിയോ നന്ദി പറയാണ്. കാരണം അധികം എനർജിയും പവറും യൂസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ നമ്മുടെ റീത്തയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ നേരെ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മോളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചല്ലോ. സെർജിയോയ്ക്ക് സമാധാനമാവുകയാണ്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു പോഡിലേക്ക് കയറിയിട്ട് എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് ഇറങ്ങണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇപ്പൊ റീത്തയും അതുപോലെ തന്നെ ഈഗനും കൂടെ ആ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് എത്താനായില്ലേ. അപ്പൊ അവിടെ വെച്ച് വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ ആ ഒരു ബ്ലാസ്റ്റിന്റെ ഷോക്ക് വേവ് കാരണം റീത്തയുടെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഈഗൻ തെറിച്ചുപോയി ഒരു ഭാഗത്ത് വീഴുകയാണ്. അവിടെയുള്ള കുറേ വസ്തുക്കളും ഇതുപോലെ തന്നെ ആ ഒരു ബ്ലാസ്റ്റിന്റെ ഷോക്ക് വേവിൽ തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് റീത്തയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഓടിപ്പോയിട്ട് ഇപ്പൊ ഈഗനെ രക്ഷപ്പെടുത്തുകയാണ്. അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ അവന്റെ ചെവിയിൽ നിന്നും ചോര വരാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ പറയുന്നതൊന്നും അവന് കേൾക്കുന്നുമില്ല. ഇപ്പൊ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സെർജിയോ ഈ ഒരു ബ്ലാസ്റ്റ് ക്യാമറയിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ സെർജിയോ ചോദിക്കുകയാണ്, എന്താണ് മീര, അവിടെ എന്താ സംഭവിച്ചത്? മീര ആ ഒരു ഏരിയ മുഴുവനായിട്ട് സ്കാൻ ചെയ്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അതൊരു പോർട്ട് ഏരിയ ആണ്. എണ്ണയുമായിട്ട് വന്ന കുറച്ച് ഷിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ഷിപ്പിൽ എന്തോ സ്പാർക്ക് വന്ന് അത് പൊട്ടിത്തെറിച്ചതാണ്. അതാണ് ഇത്രയും വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഷോക്ക് വേവ് കാരണമാണ് ഇപ്പോ അവൻ തെറിച്ചു പോയി വീണത്. എന്നാൽ ഇപ്പൊ അവിടുത്തെ വിഷയം മറ്റൊന്നാണ്. അതായത് ഇപ്പൊ വലിയൊരു ഷിപ്പ് തൊട്ടപ്പുറത്തുണ്ട്. അതും ഇതുപോലെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് 20 മിനിറ്റ് അതിനുള്ളിൽ ആ ഒരു ഷിപ്പും പൊട്ടിത്തെറിക്കും. എന്നാൽ ആ ഒരു പൊട്ടിത്തെറി നമ്മളിപ്പോ കണ്ടതുപോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഹ്യൂജ് ആയിരിക്കും. എന്തായാലും സ്പേസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിന്ന സെർജിയോ അവൻ വീണ്ടും തിരിച്ചു വരികയാണ്. അതായത് മകളെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തണം. അതായത് ആ ഒരു ക്യാമ്പ് ഇപ്പൊ സേഫ് അല്ലല്ലോ. എങ്ങനെ ഇപ്പൊ ഈ ഒരു വിവരം അവളോട് പറയും? ഇതേ നേരം തന്നെ പരിക്ക് പറ്റിയ ഈഗനുമായിട്ട് റീത്ത നേരെ ആ ഒരു ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഈഗനെ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് പോകുന്ന ഒരു ഹെലികോപ്റ്റർ കണ്ടപ്പോൾ നേരെ ഈഗനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകണം. എന്നാൽ ഓൾറെഡി ആ ഹെലികോപ്റ്റർ നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊരാൾക്ക് കൂടെ കയറാനുള്ള സ്പേസ് അതിലില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ റീത്തയോട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡോർ ക്ലോസ് ചെയ്യണം. പെട്ടെന്നാണ് ഒരു കൈ വന്നിട്ട് ആ ഒരു ഡോർ പിടിക്കുന്നത്. ആ ഡോർ തുറക്കുകയാണ്. നോക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ നമ്മുടെ സാവിയോ ഉണ്ടായിരുന്നു. റീത്തയെ രക്ഷപ്പെടുത്താനായിട്ട് അവൻ അവളെ തള്ളിയിട്ടെങ്കിലും ആ ഒരു കല്ലിന്റെ അടിയിൽ പോയെങ്കിലും എങ്ങനെയോ അവൻ രക്ഷപ്പെട്ടു. എന്തായാലും സാവിയോ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവന്റെ ആ ഒരു സ്പേസിലേക്ക് ഈഗനെ കയറ്റുകയാണ്. അവനെ സുരക്ഷിതമായിട്ടുള്ള ആ ഒരു ക്യാമ്പിലേക്ക് ഈ ഹെലികോപ്റ്റർ വഴി ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൂ. പിന്നീട് റീത്തയും അതുപോലെ തന്നെ സാവിയും കൂടെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഈ നേരത്താണ് സാവിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഇറങ്ങിയത്. അവൻ ഫോൺ എടുക്കുകയാണ്. അറിയാത്ത നമ്പറാണ്. പിന്നീട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തപാട് തന്നെ അപ്പുറത്തുണ്ടായിരുന്ന ആള് പറയുന്നത് എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് നിൽക്കുന്ന റീത്തയുടെ കയ്യിൽ ഫോൺ എടുക്കുന്നത്. ഇപ്പൊ സാവി ചോദിക്കുകയാണ്, അത് പറയാൻ നീ ആരടാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നോട് കൽപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ സാവിയുടെ കയ്യിൽ നിന്ന് റീത്ത ഫോൺ മേടിച്ചിട്ട് റീത്ത സംസാരിക്കുകയാണ്. അതായത് റീത്തയ്ക്ക് മനസ്സിലായി ആ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല അവളുടെ അച്ഛൻ തന്നെയാണെന്ന്. അപ്പൊ റീത്ത ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത്രയും നേരം എന്താ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാ കോള് ഡിസ്കണക്ട് ആയി പോയത്? അത് പിന്നെ മോളെ, ആ ബീച്ച് സൈഡിൽ 2 വലിയ എണ്ണക്കപ്പലുകളുണ്ട്. അതിൽ ചെറുത് ഒരെണ്ണം ബ്ലാസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് അത്രയും വലിയൊരു അപകടം അവിടെ നടന്നതും കോള് ഡിസ്കണക്ട് ആയതും. മറ്റൊരു വലിയ ഷിപ്പ് അവിടെ ഉണ്ട്. അതെങ്ങാനും പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ മോളെ ആ നഗരം മുഴുവനായിട്ട് ഇല്ലാതാവും. അതിനു മുന്നേ മോൾ അവിടുന്ന് രക്ഷപ്പെടുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ റീത്ത ചുറ്റും നോക്കുകയാണ് കേട്ടോ. ഒരുപാട് കുട്ടികൾ, പരിക്കേറ്റ ഒരുപാട് സ്ത്രീകൾ, വേറെയും കുറേയധികം ആൾക്കാർ. ഇവരോടൊന്നും ഈ കാര്യം പറയാതെ
അറിയാതെ ഞാൻ എങ്ങനെയാണ് അച്ഛാ ഒറ്റയ്ക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാ? അത്രയും സ്വാർത്ഥമായിട്ട് ചിന്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ സെർജിയോ റീത്തയോട് പറയണ മോളെ ഓൾറെഡി ഞാൻ ഈ ഒരു വിവരം ഫയർഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു ടീം ഇങ്ങോട്ടേക്ക് വന്നോളും, അവരവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയാണ്. പക്ഷേ മോള് ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അവനുമായിട്ട് വേണമെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. എന്നാൽ സെർജിയോ എത്ര നിർബന്ധിച്ചിട്ടും റീത്ത അവിടുന്ന് പോകാൻ തയ്യാറാകുന്നില്ല. അച്ഛാ ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ ഇവിടെ ഉള്ളവരെ രക്ഷപ്പെടുത്തിയേ ഞാൻ പോവുള്ളൂ. ആ ഷിപ്പിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അച്ഛൻ എനിക്കത് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അത് സോൾവ് ചെയ്യാന്ന് പറയാണ്. അല്ല മോളെ നിനക്കൊരു സ്പാർക്കോ തീപ്പൊരിയോ എന്തെങ്കിലും കണ്ടാൽ തന്നെ പേടിയല്ലേ? അപ്പൊ നീ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയിട്ട് അത് ശരിയാക്കാന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ റീത്ത പറയാണ് എന്റെ കൂടെ സാവിയോ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും അത് ശരിയാക്കിക്കോളാം. അപ്പോഴും സെർജിയോ സമ്മതിക്കുന്നില്ല. ദേഷ്യം വന്ന് റീത്ത ഫോൺ എടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. സാവി ഇപ്പൊ തലയിൽ കൈയും വെച്ച് നിൽക്കുകയാണ്, കാരണം ഇത് അവന്റെ ഫോണല്ലേ. എന്തായാലും ഇതിനുശേഷം റീത്തയും സാവിയും കൂടെ നേരെ ആ ഷിപ്പിന്റെ ഭാഗത്തേക്ക് പോവാണ്. അതായത് അത് ബ്ലാസ്റ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്തിന് സെർജിയോ റീത്തയുടെ അമ്മയെ വിളിക്കുകയാണ്, അതായത് അവന്റെ ആദ്യത്തെ ഭാര്യയെ. എന്തായാലും ഫോൺ എടുത്ത പാടെ തന്നെ ഈഗൻ സേഫ് ആയിട്ട് എത്തിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവൻ അവിടെ സേഫ് ആണെന്ന് റീത്തയുടെ അമ്മ പറയുന്നുണ്ട്. അതേ നേരം തന്നെ സെർജിയ മറ്റൊരു കാര്യം പറയാണ്, റീത്തയുടെ ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. എല്ലാ കാര്യങ്ങളും സെർജിയ അയാളുടെ ആദ്യത്തെ ഭാര്യയോട് പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഷിപ്പിലേക്ക് അവൾ പോയിരിക്കുകയാണ്. അത് അത്യധികം അപകടം പിടിച്ചൊരു കാര്യമാണ്. എനിക്കിപ്പോൾ അവളെ വിളിക്കാനായിട്ട് യാതൊരു സംവിധാനമില്ല. ഞാൻ എങ്ങനെ അവളെ വിളിക്കും? എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പോ ഈ റീത്തയുടെ അമ്മ സെർജിയുടെ ഭാര്യ പറയാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ പഴയ ഇൻസിഡന്റ്? നിങ്ങൾ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ അന്ന് അവളെ രക്ഷപ്പെടുത്തായിരുന്നു. ഇന്നും നിങ്ങൾ ആ ഒരു കുറ്റബോധത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഒരു അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് സമ്മതിക്കരുത്. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയണം. ഇതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അന്ന് ലിഫ്റ്റിൽ കുടുങ്ങിയ നമ്മുടെ റീത്ത താഴേക്ക് പോയി. അവിടെ എന്തോ സ്പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ലിഫ്റ്റിന് തീ പിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ തീപിടുത്തത്തിൽ അവളുടെ വലത്തെ കൈന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും പൊള്ളിപ്പോയി. അന്ന് മുതലാണ് ഈ തീപ്പൊരിയും തീയെല്ലാം കാണുന്ന സമയത്ത് അവൾക്ക് ഭയവും അതുപോലെ തന്നെ ആ ഒരു ട്രോമയും വരാൻ തുടങ്ങിയത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ സെർജിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ അവളെ ഇപ്രാവശ്യം രക്ഷപ്പെടുത്തിയിരിക്കും. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് സെർജിയോ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് റീത്തയും അതുപോലെ തന്നെ സാവിയോ ചെറിയൊരു ബോട്ട് എടുത്തുകൊണ്ട് നേരെ ആ ഷിപ്പിന്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് ഇതിന്റെ ഉള്ളിൽ ആ ഒരു ലീക്കേജ് അതെങ്ങനെയെങ്കിലും തടയണം. എന്തെങ്കിലും സ്പാർക്കോ തീപിടുത്തോ ഉള്ളിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കെടുത്തും വേണം. രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കിയാട്ടോ. പക്ഷെ ഇവർക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അത്രയും വലിയൊരു ഷിപ്പാണ്. ഇതിലെവിടെ പോയിട്ടാണ് ഇതെല്ലാം തപ്പി കണ്ടുപിടിക്കുക. ഈ സമയത്താണ് റീത്തയുടെ കയ്യിലുണ്ടായി ആ ഒരു ടെഡി ബിയർ അതിപ്പോ സാവിയോ കാണുന്നത്. നീ എന്താണ് ഈ സമയത്ത് ഒരു പാവയും കയ്യിൽ വെച്ച് നടക്കുന്നത്? ഇപ്പൊ റീത്ത കാര്യങ്ങളൊക്കെ പറയാണ്, ഇത് സാധാരണ ഒരു പാവയല്ല, ഇതുമായിട്ടാണ് ഞാൻ അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇത് നിലത്ത് വീണേ പിന്നെ അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രശ്നം പറ്റി, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാവിയോ ഇപ്പൊ ആ ഒരു പാവ വാങ്ങുകയാണ്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവനതിപ്പോ ശരിയാക്കി കൊടുക്കുകയാണ്. അപ്പൊ തന്നെ മുകളിൽ സ്പേസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സെർജിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് റീത്തയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, അത് ഓണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ സെർജിയോ ആ ഒരു ടെഡി ബിയറുമായിട്ട് കോള് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് റീത്തയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ തന്നെ റീത്ത പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ ആ ഒരു ഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനുശേഷം സെർജിയ മീരയുടെ ഹെൽപ്പോട് കൂടിയിട്ട്, അതായത് ആ AI അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഷിപ്പിൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റീത്ത അതെല്ലാം പോയിട്ട് ചെയ്യാണ്. ഇതിനിടയിൽ നമ്മുടെ സാവിയോയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റുകയാണ്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഡോറ് അത് തുറക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി, ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുകയാണ്. സാവിയോ തെറിച്ചു പോയി വീഴുന്നുണ്ട്. എന്നാൽ അവനൊന്ന് നോക്കാൻ പോലും റീത്തയ്ക്ക് കഴിയുന്നില്ല. കാരണം എന്താ, അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി, തീപ്പൊരി ഉണ്ടായി. അത് അവളുടെ മൈൻഡിന് ബാധിക്കുകയാണ്. തല കറങ്ങുന്നത് പോലെ, ചുറ്റും കറങ്ങുന്നത് പോലെ. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾ അവിടെ വീണു പോവാണ്. ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാതെ റീത്ത അവിടെ വീണ് കിടക്കുന്നതാണല്ലോ. സെർജിയൊക്കെ ആണെങ്കിൽ അവളുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. ഈ സമയത്ത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മീര എന്ന് പറഞ്ഞ ആ AI സിസ്റ്റം തന്നെ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. അതായത് അവളുടെ തൊട്ടടുത്ത് ബോധമില്ലാതെ കിടക്കുന്ന സാവിയോ, അവന്റെ ഒരു കൈ റോബോട്ടിക് ആമാണല്ലോ, അത് ഈ മീര ഹാക്ക് ചെയ്യാണ്. അതിന്റെ കൺട്രോൾ ഇപ്പോൾ സെർജിയോക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ സെർജിയോ കൈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഭൂമിയിൽ കിടക്കുന്ന സാവിയോയുടെ കൈ അതുപോലെ മൂവ് ആവുകയാണ്. ഇപ്പൊ ആ കൈ ഉപയോഗിച്ചിട്ട് ഇപ്പൊ സെർജിയോ പതിയെ റീത്തയുടെ തലയിൽ തലോടുകയാണ്. മോള് പേടിക്കണ്ട, അച്ഛൻ കൂടെ ഉണ്ട് എന്ന് പറയാണ്. അവളാകെ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ പോസിബിൾ ആയത്? അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്, അതിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മിറ എന്ന്. ഞാൻ പിന്നെ ഒന്ന് മലയാളി വൽക്കരിച്ചതാണ് മീര എന്ന്. ഓക്കെ. എന്നിട്ട് സാവിയോടെ കൈകൊണ്ട് സെർജിയോ റീത്തയെ തലോടിക്കൊണ്ട് അവൾക്കൊരു ധൈര്യം കൊടുത്ത് അവളോട് എഴുന്നേൽക്കാൻ പറയാണ്. എന്നിട്ട് അവളോട് അവിടെ ഉണ്ടായിരുന്ന ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഉണ്ട്, അത് ധരിക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവളോട് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ലിവർ ഉണ്ട്, അത് ഓൺ ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് റീത്ത പറയണ, അച്ഛാ എനിക്ക് പേടിയാവുന്നുണ്ട്, തീ കാണുമ്പോൾ തന്നെ എന്റെ കൈയും കാലും വിറക്കുകയാണ്. എന്നാൽ സെർജിയോ അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. മോളെ, ഞാനിപ്പോ മോളുടെ മാത്രം ജീവന്റെ കാര്യമല്ല ആലോചിക്കുന്നത്. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കുട്ടികളാണ്, എത്ര ആൾക്കാരാണ് അവിടെ വയ്യാതെ കിടക്കുന്നത്. എല്ലാവരുടെ ജീവനും മോളുടെ കൈത്തുമ്പിലാണ്. മോളിപ്പോ ധൈര്യം കാണിച്ചാൽ അവരെല്ലാവരും രക്ഷപ്പെടുന്നു പറയണം. അങ്ങനെ സെർജിയോ കൊടുത്ത ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് റീത്ത അതിലൂടെ നടക്കുകയാണ്. ചുറ്റും തീയാണ്. അവളിട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് കാരണം പൊള്ളലൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. എന്തായാലും അച്ഛൻ പറഞ്ഞ ആ ഒരു ലിവറിന്റെ അടുത്തേക്ക് ചെന്ന് അത് അവള് തിരിക്കുകയാണ്. അപ്പൊ തന്നെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ മോൾ ഇത് ചെയ്യുമെന്ന്, നിനക്ക് അതിനുള്ള ധൈര്യമുണ്ട് മോളെ. എന്തായാലും അവൾ ആ ഒരു ലിവർ തിരിച്ചതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ പൈപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഓൺ ആവുകയാണ്. ഈ കപ്പലിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ വെള്ളം കയറുന്നുണ്ട്. സോ പല ഭാഗത്തായിട്ട് സ്പാർക്കും തീയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഈ വെള്ളം ഉള്ളിലേക്ക് വന്നതോട് കൂടിയിട്ട് ഏകദേശം കെട്ട് അണഞ്ഞു പോവുകയാണ് കേട്ടോ. വേഗം തന്നെ പിന്നീട് നമ്മുടെ റീത്തയും അതുപോലെ തന്നെ സാവിയും ആ ഒരു ഷിപ്പ് വിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഈ സമയത്താണ് ഇവരൊരു കാര്യം മനസ്സിലാക്കിയത്. ഇവരെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരെയും ഈ നഗരത്തിനെയും രക്ഷപ്പെടുത്താനായിട്ട് അത്രയും കഷ്ടപ്പെട്ട റീത്തയുടെ അച്ഛൻ സെർജിയോ, ആ മനുഷ്യനിപ്പോ മരണം കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ആ ബാറ്ററി ബാക്കപ്പ് അത് മുഴുവനായിട്ടും അദ്ദേഹം യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാലും ആ അവസാന നിമിഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് തന്റെ മകളെ ചെറിയ പ്രായത്തിൽ അന്ന് രക്ഷിക്കാൻ പറ്റിയില്ല. ആ കുറ്റബോധം അന്ന് ആ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുറ്റബോധം ഇന്ന് മാറി. തന്റെ മോളെയും ഒരു കൂട്ടം ആൾക്കാരെയും ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റി. പക്ഷെ അവസാനം പാവം നമ്മുടെ സെർജിയോ ആ അപകടത്തിൽപ്പെട്ട് ആ ഉൽക്കകളുടെ കൂടെ തന്നെ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും റീത്തയും ആ ഒരു ഇൻസിഡന്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. തന്റെ അച്ഛൻ പോയി എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് റീത്ത നേരെ പോകുന്നത് അമ്മയുടെയും അതുപോലെ തന്നെ അവളുടെ സ്റ്റെപ്പ് ഡാഡിന്റെ അടുത്തേക്കാണ്. ആ മനുഷ്യൻ അതൊരു നല്ല അച്ഛൻ തന്നെയാണ്, പക്ഷേ അവളെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളുമായിട്ട് അടുക്കാതിരുന്നത്. എന്നാൽ റീത്ത രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ മനുഷ്യനുണ്ടായ ഒരു സന്തോഷം, അയാൾ ഓടിച്ചെന്ന് റീത്തയെ കെട്ടിപ്പിടിക്കുകയാണ് മോളെന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയോ, ഈ മനുഷ്യൻ സ്വന്തം മകളെ പോലെ തന്നെയാണ് റീത്തയെ കാണുന്നത്. നമ്മുടെ ഈഗണാണെങ്കിൽ ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തും ഉൽക്കകൾ വന്ന് പതിച്ചു. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. കുറെ ആൾക്കാരൊക്കെ സർവൈവ് ചെയ്തു. കുറെ നഗരങ്ങളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അത് തകർന്ന് നാമാവിശേഷമായി തീർന്നിട്ടുണ്ട്. എന്നാലും അതെല്ലാം റീബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് നമുക്ക് മനുഷ്യർക്കുണ്ട്. അവസാനം നമ്മുടെ റീത്തയെ കാണിക്കുകയാണ്. അവൾ ബീച്ചിൽ ഒരു ബിക്കിനിയല്ലായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സാവിയുടെ കൂടെയാണ് കേട്ടോ. ഇപ്പൊ ആദ്യത്തെ ആ ഒരു ഫിയറോ അപകർഷതാബോധമോ അതൊന്നും അവൾക്കില്ല. ഞാൻ ഇങ്ങനെയാണ്, എന്റെ ബോഡി ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പഴയതുപോലെയല്ല റീത്ത ഇപ്പോൾ. അവൾ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ധൈര്യമാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. നല്ല സിനിമയായിരുന്നല്ലേ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.